എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നിങ്ങളെല്ലാവരും കണ്ടൊരു വാർത്തയായിരിക്കാം, കൊട്ടാരക്കരയെ നടുക്കിക്കൊണ്ടൊരു ടിപ്പർ ലോറി ആക്സിഡൻറ്റ്. അപ്പോൾ ഇപ്പോൾ എല്ലാവരും ആക്ച്വലി കുറ്റപ്പെടുത്തുന്ന ഒരു ടിപ്പർ ലോറി ഡ്രൈവറിനെയും അതേപോലെ തന്നെ മുതലാളിയൊക്കെയാണ്. സ്വാഭാവികമായിട്ടും നമ്മളെല്ലാവരും അവരെ തന്നെയായിരിക്കും കുറ്റപ്പെടുന്നത്. അപ്പോൾ എൻ്റെ ഫ്രണ്ട് രാഹുൽ ആക്ച്വലി ടിപ്പർ ലോറി മുതലാളിയാണ്. മുതലാളിക്ക് മുന്നേ ഇവനൊരു ഡ്രൈവറായിരുന്നു. ടിപ്പർ ഓടിച്ചാണ് ആക്ച്വലി അവൻ. അതെ, ഇപ്പോഴും ഡ്രൈവറാണ്. എന്നാലും ടിപ്പർ ഓടിച്ച് ആ ഒരു കാശ് കൊണ്ടാണ് ടിപ്പറുകൾ എടുത്തത് അല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു എന്താണ് ഈ ടിപ്പർ ലോറിയിൽ അത്രേ ഉള്ളൂ. അപ്പൊ ടിപ്പർ എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇതുപോലുള്ള ആക്സിഡന്റ് ഒക്കെ എങ്ങനെയായിരിക്കും സംഭവിക്കുന്നതെന്ന് രാഹുലിന് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റത്തില്ലേ? അപ്പൊ നമുക്ക് ചോദിക്കാം, എന്തായിരുന്നു അവിടെ സംഭവിച്ചത്, എന്തായിരിക്കും സംഭവിച്ചത്? എനിക്ക് കൃത്യമായിട്ട് പറയാനായിട്ട് അറിയത്തില്ല. പക്ഷെ പലരും പറയുന്നത് ഒരു കാര്യം, പലരും പറയണത് ഈ ടയറിന്റെ കാര്യം. അത് തന്നെ, ടയറിന്റെ കാര്യം കൃത്യമായിട്ട് ടയറാണെന്നൊന്നും നമുക്ക് ഉറപ്പിച്ച് ഒരിക്കലും പറയാൻ പറ്റില്ല. പിന്നെ വണ്ടിയിലെ ഡ്രൈവറും തെറ്റുകാരനാണ്, മുതലാളിയും കുറ്റക്കാരനാണ്. കാര്യം എന്ന് പറഞ്ഞാൽ അമിതമായിട്ടുള്ള ലോഡാണ് കയറ്റിയത്. ഓക്കെ, നമ്മളായിരുന്നാലും ഇതേപോലെ കയറ്റിക്കൊണ്ട് പോകാറുണ്ട്. അതിന് അമിതമായിട്ട് എക്സ്ട്രാ പേയ്മെന്റ് ഒന്നും നമുക്ക് കിട്ടാറില്ല. അവിടെ കിട്ടുന്നോ ഇല്ലയെന്നൊന്നും നമുക്ക് അറിയത്തില്ല. ഞാൻ കാണിച്ചിട്ട് അപ്പൊ ഇതിന് എത്രയാണ് ആക്ച്വലി ഗവൺമെന്റ് റൂൾ അനുസരിച്ച് ലീഗലി നമുക്ക് എത്ര കൊണ്ടുപോകാം? ഇത് കൊണ്ടുപോകാൻ പറ്റുന്ന റൂൾ അനുസരിച്ച് ഈ 1.5 യൂണിറ്റ് വണ്ടിയിലൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു 5 ടൺ. 5 ടൺ. ഓക്കെ, കറക്റ്റ് 5 അല്ല, നമ്മൾ ആരും കൃത്യമായിട്ട് ആരും അത് മെൻഷൻ ചെയ്യുന്നില്ല. ഇത് CFT അളവിനല്ലേ പോണത്, 150 140 ആ CFT അളവിനാണ് പോണത്. ഓക്കെ, അപ്പൊ അത് എത്രയായിരിക്കും ആ ടൺ അപ്പൊ വരുന്നത്? ഇതിപ്പോ എങ്ങനെ, അതായത് ഇപ്പോൾ ആ CFT അളവിന് പോകുമ്പോഴത്തേക്ക് ടൺ എത്രയായിരിക്കും വരുന്നത്? 5 ടണ്ണിൽ കൂടും. 5 ടണ്ണിൽ കൂടും. ഓക്കെ, അപ്പൊ പോലീസ് പിടിക്കാറില്ല അല്ലെങ്കിൽ ജിയോളജി പിടിച്ച് വലിയ ഫൈനല്ലേ അടിക്കുന്നത്? എനിക്ക് തന്നെ എന്റെ ഒരു വലിയ വണ്ടി വേറെ 12 വണ്ടിയുണ്ട്, അതിന് തന്നെ ഫൈനുണ്ട്. 85,000 രൂപയാണ് ഫൈൻ. 85,000 രൂപ എനിക്ക് ഇനി അടയ്ക്കാനുണ്ട്. ഈ ഓവർലോഡ് ഇതിൽ അടയ്ക്കാനുണ്ട്. പിന്നെ വേറൊരു കേസ് പറയാന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ കൊട്ടാരക്കട നടന്ന സംഭവത്തിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ഡ്രൈവറെ മാത്രം നമ്മൾ കുറ്റം പറയാൻ പറ്റത്തില്ല. ഡ്രൈവർ കുറ്റക്കാരൻ ആണ്. പൊതുവിൽ ഡ്രൈവർ അവന്റെ ഒരു അശ്രദ്ധയും ഒരു ശ്രദ്ധയില്ലായ്മ അതിൽ ഉണ്ട്. പക്ഷെ അവനെ തികച്ചും കുറ്റമായിട്ട് എടുക്കാൻ പറ്റത്തില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവൻ ആ വണ്ടി ഓടിക്കൊണ്ട് വരുന്നതാണ്. ഇപ്പൊ ആരും, ഇപ്പൊ ദീപകിന്റെ ആയിരുന്നാലും എൻ്റെ ആയിരുന്നാലും, ഞാൻ എൻ്റെ വണ്ടി ഒരിക്കലും ഒരു ആക്സിഡന്റ് വേണമെന്നും പറഞ്ഞ് ഞാൻ ഒരിക്കലും ഓടിക്കാറില്ല. അപ്പൊ ഇതുപോലെ അവന് ജീവിക്കാനായിട്ടാണ്, അവൻ ഗൾഫിൽ നിന്നാട്ടോ വന്നെന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്താണ് കൃത്യമായിട്ട് അറിഞ്ഞൂടാ. പക്ഷെ അവനും ഇതിന്ന് വല്ലതും കിട്ടുമെന്നുള്ളതുകൊണ്ട്, അവന്റെ ഗതികേട് കൊണ്ടാണ് ഈ വണ്ടി ഓടാൻ വരുന്നത്. അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ അവൻ വരേണ്ട കാര്യമില്ല. പിന്നെ അവൻ മനഃപൂർവ്വം ഇങ്ങനെ ആവണം, അല്ലെങ്കിൽ അവൻ സ്വന്തമായിട്ട് എനിക്ക് ആശുപത്രിയിലാവണം എന്നവൻ ഒരിക്കലും മനസ്സിൽ പോലും ചിന്തിച്ചിട്ടുണ്ടാവൂല. അപ്പൊ ഇതിന്റെ സംഭവം എന്ന് പറഞ്ഞാൽ, അവൻ വണ്ടി ഓടി വരുന്ന സമയത്ത് എന്തോ വണ്ടി ബുള്ളറ്റോ ഏതോ വണ്ടി ഏതാണെന്ന് അറിയത്തില്ല, ഏതോ വണ്ടി ഒന്ന് കുറുക്കിന് വന്നു എന്നൊക്കെ ഒരു ചെറിയ സംസാരമുണ്ട്. നമുക്ക് വ്യക്തമാണ്. ഈ ലോഡ് കയറ്റി വരുന്ന, ലോഡ് ഇല്ലാത്ത വണ്ടിയാണെങ്കിൽ പോലും സ്പീഡിന് വരുന്ന വണ്ടിയിൽ ഒരു പൂച്ച വട്ടം ചാടിയാലും ഈ വണ്ടി മറിയാൻ ചാൻസ് ഉണ്ട്, ഒറ്റ ചവിട്ടിയാൽ. അത് ടിപ്പറിന്റെ ഒരു പ്രത്യേകത ഏതാണ്. നമ്മള് കാറ് കണക്കല്ല, ഈ ടിപ്പർ വലിയ വണ്ടിയാണ്. അപ്പൊ അത് നമ്മൾ സ്പീഡിന് വരുന്ന ഒരു 60 മൈൽ സ്പീഡിൽ വരുന്ന വണ്ടിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്നൊരു ഷട്ടം ബ്രേക്ക് ചവിട്ടി കഴിഞ്ഞാൽ ഈ ടയർ സ്കിഡാവുകയോ ചെറിയ രീതിയിൽ സ്റ്റിയറിംഗ് വളച്ചായിരിക്കുമല്ലോ. നമ്മൾ നോർമലി ബ്രേക്ക് ചവിട്ടുമ്പോൾ നോർമലി സ്റ്റിയറിംഗ് നമ്മൾ കട്ടാവും. ആ ടൈമിന് ഫ്രണ്ട് വീല് കൊണ്ട് കുത്തി മറിയും. അതിന് ഇനി ടയറിനെ കുറ്റം, ഇതിനെപ്പറ്റി അറിഞ്ഞുകൂടാത്തവർക്ക് ടയറിനെ കുറ്റം പറയാം, അല്ലെങ്കിൽ ഡ്രൈവറിന്റെ മണ്ടയിൽ വെക്കാം, എല്ലാം ചെയ്യാം. പക്ഷെ ഇതിനോട്ടുള്ള ബാക്കിലോട്ടുള്ള കാര്യങ്ങൾ ഇതിൽ ആരും, ഞാൻ ഒരുപാട് വീഡിയോകൾ കണ്ടായിരുന്നു, അതിലൊന്നും ആരും ഇത് സംസാരിക്കുന്നില്ല. എന്തുകൊണ്ടാണ് എന്നൊന്നും സംസാരിക്കുന്നില്ല. പിന്നെ കാരണങ്ങളുണ്ട്. മുതലാളി ഓണറായിരുന്നാലും ഒന്ന് നമുക്ക് എന്താണ്, തെറ്റുകാരനല്ല എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. തെറ്റുകാരനാണ്. കാര്യം ഓവർലോഡായിരുന്നു, മണ്ണ് കയറ്റിപ്പോയത് ഓവർലോഡായിരുന്നു. പിന്നെ ഈ അങ്ങനെയാണ് ഇതിന്റെ. അല്ല, ഈ ഓവർലോഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പൊ നോർമലി ഇപ്പൊ നീ പറഞ്ഞു 5 ടണ്ണാണ് നമ്മുടെ ആ ഒരു ലീഗലി നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇപ്പൊ രാഹുൽ ഇപ്പൊ ഈ വണ്ടിയിൽ 5 ടൺ കൊണ്ടുപോകുമ്പോഴത്തേക്ക് അടുത്ത ആള് 10 ടണ്ണായിരിക്കും ഇതിൽ കൊണ്ടുപോകുന്നത് അല്ലേ? അതുകൊണ്ട് തന്നെ നമ്മൾ ഒരേ വാടകയായിരിക്കും കിട്ടുന്നത്. പക്ഷെ ഈ കസ്റ്റമർ കൂടുതൽ ലോഡ്
കിട്ടുന്നവനെ വിളിക്കുള്ളൂ. ഉറപ്പല്ലേ? ഉറപ്പാണ്. അതിപ്പോ ഞാനായാലും അങ്ങനെ ചെയ്യത്തുള്ളൂ. അത്ര ചെയ്യും. അപ്പൊ അതുകൊണ്ട് അതിൽ വേറെ ഇതൊന്നും, ഇതൊക്കെ ഒരു കോമ്പറ്റീഷൻ ആയിട്ട് എല്ലാവരും ജീവിക്കണ്ടേ. അതെ, അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അപ്പോൾ ഇത് ഓവർ സ്പീഡാണ് ആക്ച്വലി ഇതിനിപ്പോൾ സംഭവിച്ചത്. ഓവർ സ്പീഡ് എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഇപ്പൊ ഈ ഓവർ സ്പീഡ് ഇല്ലായ്മ, അതായത് ഒരു 40-30 സ്പീഡിന് ടിപ്പറുകൾ പോകില്ല. എപ്പോഴും ടിപ്പറുകൾ ഒരു 50 മേളിൽ 50-60 ഇടയ്ക്ക് പോകത്തുള്ളൂ. അപ്പൊ ഈ 60 km/h വന്നൊരു വണ്ടിയാണ് ഇപ്പൊ. അങ്ങനെയുള്ള ഒരു ഇറക്കമാണെന്ന് തോന്നുന്നു. അവിടെ ഒരു ഇറക്കമായിരുന്നെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കാം, ഇറക്കം കൂടെ അല്ലേ, പെട്ടെന്ന് കുത്തിച്ചവിട്ടി കൺട്രോൾ പോയതായിരിക്കാം. ഓക്കെ. അപ്പോൾ ഇനി ചോദിക്കാനുള്ളത്, ഈ ടിപ്പർ, അതെ, ഇതുകൊണ്ട് എങ്ങനെയാണ് ഇപ്പോൾ നമ്മുടെ ലൈഫ് പോകുന്നത്? ലൈഫ് പോണത് ഒരു അഡ്ജസ്റ്റ്മെന്റിൽ ഇങ്ങനെ പോണു, അത്രേ ഉള്ളൂ കാര്യം. എന്നെ സംബന്ധിച്ച് ഞാൻ ഡ്രൈവറായിട്ടാണ് ഓണറായ, കിളിയടിച്ച്, അതായത് JCBയിൽ കിളിയായി പോയി. പിന്നെ ഗൾഫിലൊക്കെ പോയി വളരെ കഷ്ടപ്പെട്ട് സ്വന്തമായിട്ടൊരു വണ്ടി എടുത്ത് അവിടെ നിന്ന് ഇപ്പം ഞാനെന്നല്ല, ഒരുവിധപ്പെട്ട, അതായത് 100% ഈ വണ്ടിയുള്ള, അതായത് ഈ സൈസിലുള്ള വണ്ടിയുള്ള എല്ലാവരും ഈ രീതിയിലായിരിക്കും ഓണറായിട്ടുള്ളത്. അല്ലാതെ ഞാൻ ഇവിടെ ഒരുപാട് പേരെ കണ്ടു. വലിയ കുത്തക മുതലാളിയൊന്നും ഈ വണ്ടിയും കൊണ്ട് നടക്കൂല. ഉറപ്പാണ്. കാര്യം ഇതൊക്കെ ഒരു പെട്ടെന്നൊരു നമ്മൾ ഡ്രൈവർ ഓടി പൈസ ഉണ്ടാക്കി വന്ന് അപ്പോൾ സ്വന്തമായിട്ട് വണ്ടി ഓടാന്നൊക്കെ കരുതി അങ്ങനെ എടുത്ത്, എൻ്റെ അവസ്ഥയാണ് ഞാൻ പറയുന്നത്. എൻ്റെ അതേപോലെ അവസ്ഥയാണ് എല്ലാ ഈ മേഖല, ഈ ആറ്റിങ്ങൽ, കടയ്ക്കാവൂർ, ചിറയൻകീഴ്, ഈ ലൊക്കാലിറ്റിയിലുള്ള ഒരു വിധപ്പെട്ട എല്ലാ വണ്ടികളും എനിക്കറിയാം. അവരെല്ലാം ഇതേപോലെയാണ് ഈ വണ്ടിയും കൊണ്ട് നടക്കുന്നത്. എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. എൻ്റെ ഫോൺ ഞാൻ കാണിച്ചു തരാം. എൻ്റെ എടുത്ത് നോക്കിയാൽ അറിയാം. 3 ഫിനാൻസ് മുടക്കമാണ് ഈ ഒരു വണ്ടിക്ക്. ഒരു വണ്ടിയല്ല, 3 വണ്ടിയുണ്ട്. 3 ഫിനാൻസ് മുടക്കമാണ്. അതായത് കഴിഞ്ഞ മാസം പെൻഡിങ് മുടക്കമാണ്. കാര്യം കഴിഞ്ഞ മാസം മഴ കാര്യങ്ങൾ ഇതെല്ലാം. ഇപ്പം അത് എല്ലാം കൂടെ ഇരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു ആക്സിഡൻറ്റും കൂടെ കയറി വന്നു. അതിൽ നമുക്കും എല്ലാ ടിപ്പറുകാർക്കും അത് ബാധിച്ചു. അപ്പോൾ ഇപ്പോൾ ഗവൺമെൻറ് സൈഡിനുള്ള എന്താ പറയുന്നത്? ഗവൺമെൻറ് സൈഡ് ഇപ്പോൾ സ്കൂൾ ടൈം പറയുന്നുണ്ട്. സ്കൂൾ ടൈമിൻ്റെ ടൈം അറിയാമല്ലോ. ഇപ്പൊ 8 മണി 10 മണിയാണ് ഇട്ടിരുന്നത്. ഇപ്പൊ അത് വീണ്ടും കൂട്ടാൻ പോണെന്ന് പറയുന്നു. അതായത് 11 മണിയാക്കാൻ പോകുന്നു. അതെ, 7 to 10. ഇത് കൂട്ടുന്നതോടുകൂടി ഈ ആക്സിഡന്റ് കുറയൊന്നും തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. ഇത് കൂടെ ഉള്ളൂ, ആക്സിഡന്റ് കൂടെ ഉള്ളൂ. കാര്യം ജിയോളജി പാസ് ഇഷ്യൂ ചെയ്യുന്നത് രാവിലെ 6 മണി തൊട്ട് വൈകിട്ട് 6 മണി വരെയാണ് കേരളത്തിൽ. അത് കഴിഞ്ഞ് പാസ് അപ്രൂവൽ ഇല്ല. മനസ്സിലായി. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് രാവിലെ 6 മണിക്ക് ക്രഷറിൽ എത്തുന്ന വണ്ടി അവിടെ നിന്ന് ലോഡ് എടുത്തിറങ്ങാനായിട്ട് അരമണിക്കൂർ 6:30 ആയെന്ന് വെച്ചോ. 6:30 പാസ് അടിപ്പ് നടക്കൂല. പാസ് അടിക്കുന്ന സമയത്ത് പാസ് ഇഷ്യൂ ചെയ്യുന്ന കമ്പ്യൂട്ടറാണ്, നെറ്റ്വർക്ക് കംപ്ലൈൻറ്റും അങ്ങനെ ഒരു വിഷയമാണുള്ളത്. ഈ 7 മണിക്കായിരിക്കും കിട്ടുന്നത്. ബാക്കി ഇപ്പൊ ഈ ടൈം ഞാൻ പറയാണ്, 7 മണിക്ക് ലോഡ് കിട്ടി. അപ്പം മിക്കവാറും എല്ലാ മേഖലയിലും, അതായത് കൺസ്ട്രക്ഷൻ മേഖലയിലും എല്ലാ സ്ഥലത്തും നമുക്ക് മെറ്റീരിയൽ സ്റ്റോക്ക് ചെയ്യാനായിട്ട് സ്ഥലം കാണൂല. അവനെല്ലാം രാവിലെ കോൺക്രീറ്റുകാരോ അല്ലെങ്കിൽ മേശന്മാരോ ആരെങ്കിലും വരുമ്പോഴാണ്, വന്ന് നിൽക്കുമ്പോഴേ അവർക്ക് സാധനം ഇറക്കാൻ പറ്റുള്ളൂ. ചിലപ്പോൾ റോഡിലായിരിക്കും ഇറക്കുന്നത്. ആ റോഡിൽ ഇറക്കുന്നത് സാധനം കോരിയിടാം. ആ സമയത്തായിരിക്കും 8 മണിക്ക് പണിക്കാർ വരും. ഇതിന് മുന്നേ എത്തിക്കണം എന്നുള്ള ഒരു വെപ്രാള ഒരു പരക്കം പാച്ചിലാണ് ഈ ഓവർ സ്പീഡ് ആയിപ്പോണത്. മനസ്സിലായി. അപ്പൊ 8 മണിക്ക് അല്ലെങ്കിൽ 8:30 വരെ ചിലപ്പോൾ ജോലിക്കാർ കാത്തു നിൽക്കും. അത് കഴിഞ്ഞാൽ അവര് പോവും. ആ സമയത്ത് ഈ വീട്ടിന്റെ കസ്റ്റമർ അല്ലെങ്കിൽ കോൺട്രാക്ടേഴ്സ് ആയിരുന്നാലും ഈ ടിപ്പറുകാരെ കുറ്റം പറയും. എവിടെ പോയാലും കുറ്റമെല്ലാം ടിപ്പറുകാരുടെ മണ്ടയിലാണ്. ഇപ്പൊ നമ്മളാരും ഈ വെപ്രാളത്തിന്റെ ഇതല്ല, ഇതിന്റെ കാര്യങ്ങളാണ്. കാര്യം ഒന്നെങ്കിൽ ഗവൺമെന്റ് ഒരു തീരുമാനം കൊണ്ടുവരേണ്ടതെന്ന് പറഞ്ഞാൽ വെളുപ്പിന് 5 മണി തൊട്ട് ക്രഷർ യൂണിറ്റ് പ്രവർത്തിക്കാനുള്ള അനുമതി കൊടുക്കണം. ഇപ്പോൾ പ്രവർത്തിക്കാൻ 6 മണി മുതലാണ്. ഒന്നെങ്കിൽ എൻ്റെ 2 ഓപ്ഷൻ ഉണ്ട്. എൻ്റെ ഒരു ഇത് പറയുന്നത്. അപ്പം 5 മണി തൊട്ട് അല്ലെങ്കിൽ 7 മണി വരെ 7 മണി വരെ കൊടുക്കണം. 5 മണി മുതൽ രാത്രി 7 മണി വരെ പ്രവർത്തിക്കാനുള്ള ഒരു അനുമതി കൊടുക്കണം. എന്നിട്ട് ഈ സ്കൂൾ ടൈം ഇങ്ങനെ തന്നെ പോട്ടെ, കുഴപ്പമില്ല. ഒരു പരിധി വരെ നമുക്ക് ഈ ആക്സിഡന്റുകൾ നിയന്ത്രിക്കാൻ പറ്റും. പിന്നെ അത് അല്ലാന്നുണ്ടെങ്കിൽ ഇത് തന്നെ പൊക്കോട്ടെ, കുഴപ്പമില്ല. ഈ സ്കൂൾ ടൈം എന്ന് പറയുന്ന ഒരു ടൈം, ഈ ടൈം അതായത് 8 മണി തൊട്ട് 10 മണി വരെ ആണെങ്കിൽ
ഇപ്പം പൊതുവിൽ നമ്മളെ ഈ ടിപ്പർ മേഖല ടിപ്പർ കംപ്ലീറ്റ് എല്ലാ ടിപ്പറും ഗുഡ്സ് വെഹിക്കിളും കംപ്ലീറ്റും GPS നിർബന്ധമാക്കിയിട്ടുണ്ട്. ഓക്കെ. കഴിഞ്ഞ എനിക്കൊന്ന് ഒരു 3-4 വർഷമായിട്ട് GPS നിർബന്ധമാക്കിയിട്ടുണ്ട്. GPS ഇല്ലാത്ത ഒരു വണ്ടി പോലും ഇല്ല. അപ്പോൾ ടെസ്റ്റിന് പോകണമെങ്കിൽ GPS വേണം. GPS ടെസ്റ്റിന് പോകണമെന്നല്ല, എപ്പോഴും GPS വേണം വണ്ടിയിൽ. അപ്പോൾ അതിന് ഇൻസ്പെക്ഷൻ ഒക്കെ വരാറുണ്ട്. ഉണ്ട്. അപ്പോൾ GPS ഉള്ളത് കൊണ്ട് ഇവർ ചെയ്യേണ്ട വേല സ്കൂൾ ടൈം എന്നുള്ള ടൈം വെക്കുക വേണം, എടുത്ത് കളയണ്ട. 8 മണി തൊട്ട് 10 മണി വരെ വെക്കുക. പക്ഷെ ഈ ടൈമിന്റെ പരിധിയിനകത്ത് വെച്ച് GPS ഉള്ള വണ്ടിയാണല്ലോ, വെഹിക്കിൾമാർ ചെക്കിങ്ങിന് ഇറങ്ങണ്ട. വെഹിക്കിൾ ഓഫീസിൽ ഇരുന്നോട്ടെ. അവർക്കിരുന്ന് ചെയ്യേണ്ട ഒരു 2 മണിക്കൂറത്തുള്ള ജോലി കൊടുക്കുക. കാര്യം എന്ന് പറഞ്ഞാൽ ഈ GPS 40 ഒരു കിലോമീറ്റർ പരിധി വയ്ക്കുക. ഒരു 40-നോ ഒരു 40-45 50-ഉം 60-ഉം വേണ്ട. ഒരു 40-നും 45-നും ഇടയിൽ 45 അല്ലെങ്കിൽ 40 സ്പീഡിന് ഒരു ടിപ്പർ വണ്ടി ഓടാവൂ. ഈ ഒരു സമയത്ത് ഓടുക 40 സ്പീഡിന് മുകളിലോട്ട് ഓടണ്ട. ഞാൻ ഇതായിട്ട് പറയുന്നത് വെച്ചാൽ ഓടണം എന്നുള്ളവർ ഓടട്ടെ, മനസ്സിലായി, ആവശ്യക്കാരൻ ഓടട്ടെ. പക്ഷെ സ്പീഡ് 40 ആയിരിക്കണം. 8 മണി തൊട്ട് 10 മണി വരെ 40 സ്പീഡിനകത്തായിരിക്കണം ഓടേണ്ടത്. എന്റെ ഒരു ഇതാണ് പറയുന്നത്. വെറുതെ വണ്ടി കിടക്കുന്നതിനെക്കാട്ടി അവർ പയ്യെ സമാധാനപരമായിട്ട് ഓടി ചിലപ്പോൾ 8 മണി എന്നുള്ളത് ഒരു 8:30 സൈറ്റിലെത്തുമല്ലോ. അതെ അതെ, ഉറപ്പാണ്. അവരുടെ കാര്യങ്ങളും എല്ലാം നടക്കുമല്ലോ, അപകടങ്ങൾ കുറയുകയും ചെയ്യും. പിന്നെ 40-ന് മേളിലോട്ട് പോയാൽ ഫൈൻ അടിച്ചോട്ടെ, ഓട്ടോമാറ്റിക് ഫൈൻ അടിച്ചോട്ടെ. ഒരു 10,000-മോ 15,000-മോ ഇട്ടോട്ടെ, കുഴപ്പമില്ല. അല്ലെങ്കിൽ ഡ്രൈവറുടെ അല്ലെങ്കിൽ ഓണറുടെ RC എന്തെങ്കിലും സസ്പെൻഡ് ചെയ്യോ, എന്ത് വേണോ ചെയ്തോട്ടെ. അങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നാൽ ഈ മേഖല നിലനിൽക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ വളരെ വലിയ ബുദ്ധിമുട്ടാണ്. അതിൽ വേറെ ഒന്നും ചെയ്യാനായിട്ട് നമുക്ക് ഇല്ല. ഇത് ഞാൻ ഇന്നലെ എൻ്റെ ഒരു സുഹൃത്ത് ചേട്ടൻ്റെ സ്റ്റാറ്റസും കണ്ടായിരുന്നു. നമ്മളും ടിപ്പറുകാരെ കുറിച്ചിട്ടാണ്. പുള്ളി ടിപ്പർ ഓണറാണ്, ഡ്രൈവറുമാണ്. നമ്മളും മനുഷ്യരാണ്, നമുക്കും ജീവിക്കണം എന്നുള്ളൊരു സംഭവത്തിൽ ഇപ്പൊ എല്ലാവരും ഈ ടിപ്പർ കാണുമ്പോഴത്തേക്ക് ടിപ്പറിനെ എന്തോ ഒരു വേറൊരു രീതിയിലാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോ ടിപ്പറിന് നമ്മൾ ഇപ്പൊ ഒരു ഭാഗം മാത്രം നമ്മൾ ചിന്തിച്ച് അതിന്റെ സൊല്യൂഷൻ മാത്രം കണ്ടെത്തിയിട്ട് കാര്യമില്ല. എല്ലാ രീതിയിലും നമ്മൾ നോക്കണം. ഇപ്പൊ കൊട്ടാരക്കരയിലെ സംഭവം തന്നെ അറിയാലോ. അതിനുശേഷം ഈ കണ്ട RTOമാരുടെയും എല്ലാവരുടെയും മണ്ടയിൽ എല്ലാ യൂട്യൂബേഴ്സുമാരും എല്ലാവരും കുതിര കയറിക്കൊണ്ടിരിക്കുകയാണ്. അവർ നോക്കുന്നില്ല, അവരങ്ങനെ ചെയ്യുന്നില്ല, ഇങ്ങനെ ചെയ്യുന്നില്ല. അവരുടെ പ്രഷർ അറിയാമോ ആർക്കെങ്കിലും? ഈ പോലീസായിരുന്നാലും വെഹിക്കിളുമാരായിരുന്നാലും അവരുടെ ബുദ്ധിമുട്ട് ആരെങ്കിലും മനസ്സിലാക്കുന്നുണ്ടോ? അവരാരെയൊക്കെ മുമ്പിലാണ് പോയി കിടന്ന് കൈകൂപ്പി സംസാരിക്കുന്നത്. അവരെ ജോലിയുടെ ഭാഗമാണ്. പിന്നെ ഇതിൽ പറയുന്നുണ്ട് എല്ലാവരും പൈസ മേടിച്ചിട്ടാണ് എല്ലാം ചെയ്തു കൊടുക്കുന്നതെന്ന് പറയുന്നുണ്ട്. വെഹിക്കിളുമാരും വണ്ടി ടെസ്റ്റ് ചെയ്ത് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പണ്ട്. ഇപ്പൊ ഇല്ല. ഇപ്പൊ അതൊന്നും നടക്കൂല. ഇപ്പൊ ഒരു വെഹിക്കിളുമാരായിരുന്നാലും ആർക്കും ഇപ്പൊ അങ്ങനെയൊന്നും പൈസ മേടിച്ചൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോഴത്തെ നമ്മുടെ ഒരു സൊസൈറ്റി അങ്ങനെ ആ ഒരു രീതിയിലാണ്. കാര്യം ആർക്ക് വേണോ ഒരു ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്താൽ ജോലി പോണ കേസാണ്. ആരെങ്കിലും ആ രീതിയിൽ ചെയ്യൂ? സ്വന്തം ചോറിൽ ആരെങ്കിലും മണ്ണുവാരി ഇടൂ? ഇടത്തില്ല. അവര് ഒരുവിധം നിലനിന്ന് പോവാനേ നോക്കുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ഉദ്യോഗസ്ഥന്മാരുടെയോ പോലീസിനെയോ ആരെയും നമ്മൾ കുറ്റം പറയാൻ ഞാൻ ഇതല്ല. അത്രേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇപ്പോൾ രാഹുൽ പറഞ്ഞ ഒരു കാര്യം എന്താ പറയുക, നമുക്ക് യോജിക്കാൻ പറ്റും. അതായത് ഈ ഒരു ടൈമിംഗ് നമുക്കിപ്പോൾ 40 km/h നമ്മളിപ്പോൾ 40 km/h എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഭയങ്കര വലിയ സ്പീഡല്ല, നോർമൽ സ്പീഡാണ്. ഒരു വണ്ടി വന്നാൽ പോലും നമുക്ക് ചവിട്ടി അത് ചെയ്യാൻ പറ്റേ ഉള്ളൂ. 60 മൈൽ സ്പീഡാണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത്. ടിപ്പറുകൾക്ക് 60 സ്പീഡിന് മേളിൽ ഇപ്പോൾ കൂടാന്നാണ് നിയന്ത്രണം. അപ്പം മിക്ക വണ്ടികളും പോണതറിയാമല്ലോ. ഉറപ്പായിട്ടും ഇപ്പം നമ്മളെ വണ്ടി ആയിരുന്നാൽ പോലും എടുത്ത ഒരു ലോഡ് എടുത്ത് സ്പീഡിന് കൊണ്ടെത്തിക്കാനേ നോക്കുകയുള്ളൂ. പക്ഷെ ഈ ടൈമിന് ഡ്രൈവറെ പേരിന് കേസ് എടുക്കണം, ഓണറെ പേരിനും കേസ് എടുക്കാം. സ്കൂൾ ടൈമിൽ 40 km മുകളിൽ പോവില്ല. അതെ, 2 പേരുടെ പേരിനും കേസ് ഇതാക്കാം. പിന്നെ ഓണർ അറിയുന്നില്ല ഇത് സ്പീഡ് ഇത്ര സ്പീഡ് എന്ന് വെച്ചാൽ ഓണർ നിർബന്ധിച്ചാണല്ലോ ഡ്രൈവർ സ്പീഡ് കൂട്ടുന്നത്. അത്രേ ഉള്ളൂ. ഒരു സ്ഥലത്തുനിന്ന് മെറ്റീരിയൽ അത് ഞാനാണ് ഓണറെങ്കിൽ എന്നെ വിളിക്കും,
ഞാൻ അതനുസരിച്ച് ഡ്രൈവറോട് വിളിക്കും. അതെ 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 അതെ. വിളിക്കുമ്പോൾ ഡ്രൈവർ ആ പ്രഷറിൽ സ്പീഡ് കൂട്ടി പോകും. സ്പീഡ് കൂട്ടും. ഇതിന് അപകടത്തിന് കാരണമാവും. ഓക്കെ. അപ്പോൾ ഇപ്പോൾ എങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ? ഇപ്പോഴത്തെ അവസ്ഥ വലിയ ബുദ്ധിമുട്ടാണ്. മോശമാണ്. വലിയ ബുദ്ധിമുട്ടാണ്. അത് ഈ ഒരു മഴ ഉണ്ടായിരുന്നു അതോ? കഴിഞ്ഞ മഴയും കാര്യങ്ങളും എല്ലാം വന്ന് വലിയ ബുദ്ധിമുട്ടാണ്. എൻ്റെ തന്നെ ഞാൻ കാണിച്ചിരുന്നില്ലേ ഫിനാൻസ്. ഈ ഇൻസിഡന്റിന് ശേഷം നമ്മുടെ അവിടെ കൊട്ടാരക്കര നടന്ന ഇൻസിഡന്റിന് ശേഷം ഈ ചെക്കിംഗ് ഒക്കെ കൂടിയോ? ചെക്കിങ് അമിതമായിട്ട് കൂടി. വെയിറ്റ് ചെക്ക് ചെയ്യുന്നുണ്ടോ അപ്പോൾ? വെയിറ്റ് എല്ലാം വെയിറ്റ് ആണല്ലോ. എനിക്ക് ഇപ്പോഴല്ല, കഴിഞ്ഞ ഒരു 3 മാസം മുമ്പ് 2 മാസം മുമ്പ് എനിക്ക് എൻ്റെ ഫൈൻ അടയ്ക്കാൻ നിവർത്തിയില്ല. 85,000 രൂപ ഫൈനുണ്ട്. വലിയ വണ്ടിക്ക് 85,000 രൂപ ഫൈനുണ്ട്. അതാ ഞാൻ അതിൽ ഓവർലോഡൊന്നും കയറ്റിക്കൊണ്ടുപോകണം എന്ന് വെച്ചാൽ കമ്പനി തരുന്ന ബോഡി RTO ഫിറ്റ്നസ്സോടുകൂടി തരുന്ന ബോഡിയിലാണ് ഈ ലോഡ് കയറ്റുന്നത്. ഓവർലോഡ് എന്ന് പറയുമ്പോൾ ഈ ബോഡിക്ക് മുകളിൽ വരുമ്പോഴല്ലേ? അല്ല, ബോഡിക്ക് അകത്തും ഓവർലോഡാണ്. ഓവർലോഡാണ്. കാര്യം വലിയ വണ്ടിയിൽ നമുക്ക് എനിക്ക് തോന്നുന്നു 12 വില്ലൊക്കെ 18-19 ടണ്ണാണ് കയറ്റാനായിട്ടുള്ള അനുമതി ഉള്ളൂ. അത് ഗവൺമെന്റാണ് ഈ അനുമതി തരുന്നത്. അതിൽ എങ്ങനെയൊക്കെ ലോഡ് കയറ്റിയാലും, നോർമൽ ബോഡിയിൽ എങ്ങനെയൊക്കെ ലോഡ് കയറ്റിയാലും വരുന്ന ടണ്ണ് 30-35 ടണ്ണ് വരും. 35 ടൺ. അതിൻ്റെ ഇരട്ടി അത്രയും വരും. നമ്മൾ ബോഡി താത്ത് ഹൈറ്റ് കൂട്ടാതെ നമ്മൾ ലോഡ് കയറ്റിയാലും അത് ഓവർലോഡ് വണ്ടിയാണ്. കമ്പനി അപ്രൂവൽ, കമ്പനി സർട്ടിഫിക്കറ്റ് ഉള്ള ബോഡിയാണ്. നമ്മളാരും ചെയ്യുന്നതല്ല, കമ്പനി ചെയ്തു തരുന്ന ബോഡിയാണ്. അപ്പോൾ ഇതില് കുറ്റക്കാര് ടിപ്പർ ഡ്രൈവറും മുതലാളിയും മാത്രം. ബാക്കി ഇതിലെ കുറ്റക്കാരെന്ന് പറഞ്ഞാൽ എല്ലാവരും കുറ്റക്കാരാണ്. അതെ, അത്രേ ഉള്ളൂ. ഇതിലെ അതായത് നമ്മളെ സൊസൈറ്റി കുറ്റക്കാരാണ്. പിന്നെ ഈ RTO, പോലീസ് എല്ലാവരും കുറ്റം പറഞ്ഞു വന്നാൽ മനസ്സിലായി ഡ്രൈവറിലും മുതലാളിയിലും ഒതുങ്ങുന്നില്ല. മൊത്തത്തിൽ ജിയോളജി ഉൾപ്പെടെ കംപ്ലീറ്റ് സിസ്റ്റവും പൈസ വാങ്ങിക്കുന്നുണ്ട്. അങ്ങനെ പൈസ മേടിക്കുന്നല്ല, കംപ്ലീറ്റ് സിസ്റ്റവും. അതായത് ഒന്നും അറിവില്ലായ്മയിൽ ചെയ്യുന്നുണ്ട്. അറിവില്ലായ്മയായിട്ട് ചെയ്യുന്നുണ്ട്. കാര്യം ഇപ്പൊ ഈ വണ്ടിയിൽ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ഭാരത് ബെൻസ് ബോഡി കമ്പനിയാണ് ഇറക്കുന്നത്, അല്ലാതെ ഒരു ഓണർ അല്ല അതിന്റെ ബോഡി കെട്ടുന്നത്. പക്ഷെ അവര് ചെയ്യുന്ന ആ ബോഡിക്കകത്ത് ആ ടണ്ണ് അവര് അപ്രൂവൽ തരുന്നത് 19 ടണ്ണ് 20 ടണ്ണ്. പക്ഷെ ഇതിൽ ഏത് ലോഡ് കയറിയാലും 30-35 ടണ്ണ് വരും. അതിന് മുകളിലാവും. ഇത് കയറ്റാതെ അളിയന് ഞാനൊരു മെറ്റീരിയൽ കൊണ്ടുവരുന്നു, ഞാൻ ഈ ബോഡിയിൽ ഇത്ര ഇട്ട് കൊണ്ടുവന്നാൽ നിങ്ങൾ എടുക്കൂ? അതെ, ഉറപ്പാണ്. മറ്റൊരാള് ഈ ബോഡി ഫുള്ള് കൊണ്ടുവരുന്നത്. ഞാൻ ഈ ബോഡിയില് ഇത്ര ഒരു ചേരാൻ സാധനം കൊണ്ടുവരുന്നുള്ളൂ. അതെന്തടേ കുറച്ചുകൂടെ കയറ്റിക്കൂടെയെന്ന്. അത്രേ ഉള്ളൂ. നമ്മളെ ഈ കസ്റ്റമർ, അതായത് വണ്ടിയെ ടിപ്പറിനെ കുറിച്ച് ഒന്നും അറിഞ്ഞൂടാത്ത കസ്റ്റമർ നമ്മുടെ അടുത്ത് ചോദിക്കും. സ്വാഭാവികം, ഉറപ്പാണ്. ലോഡ് കുറഞ്ഞു പോയി നമ്മൾ ആരെങ്കിലും ചോദിക്കും. അതാണ്. അല്ലെങ്കിൽ എന്ത് ചെയ്യണം, അതിനെന്ത് ചെയ്യണം? അതിനും ഒരു സൊല്യൂഷൻ ഉണ്ട്. അതായത് ഈ നമ്മളെ ഈ ക്രഷറിലും എല്ലാം ടണ്ണേജ് മാത്രമേ കൊടുക്കാവൂ. ടണ്ണേജ് മാത്രമേ കൊടുക്കാവൂ. എത്ര ടണ്ണ്? 5 ടണ്ണാണെങ്കിൽ 5 ടണ്ണ് അത്രേ കൊടുക്കാവൂ. അത് ഒരു സ്ഥലത്തും അത് മാറ്റി കൊടുക്കരുത്. ഏത് വണ്ടി വന്നാലും കൃത്യമായിട്ടുള്ള ടണ്ണ് മാത്രമേ കൊടുക്കാവൂ. അതെ, അതാകുമ്പോൾ പ്രശ്നം വരുന്നില്ല. ഇതിപ്പോ ക്രഷറിന്ന് ഇതേപോലെ കൂട്ടി കൊടുത്താലും അവസാനം ഇപ്പോഴ് അമിതമായിട്ടാണ് വിലക്കയറ്റം. അതെ അതെ. കണ്ട് താബൂക്ക് നമുക്ക് ഇപ്പൊ ഈ അടുത്ത കാലത്തൊക്കെ 44-45 രൂപയൊക്കെ ഉള്ളായിരുന്നു ഒരു കല്ലിന്. ഇപ്പൊ വന്നിട്ട് 52 രൂപയായി. വീണ്ടും കൂടി. ഇപ്പൊ ഇന്ന് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അപ്പൊ അവന്റെ ഇതിൽ ഇന്നറിയാൻ കഴിഞ്ഞ് ഇത് 55 രൂപ ആക്കാൻ പോണെന്ന് പറയുന്നു. കാര്യം അവരെയും കുറ്റം പറയാൻ പറ്റൂല. എന്താണ് വിലക്കയറ്റം, മെറ്റീരിയൽസിന്റെ വിലക്കയറ്റം. ഈ ഒരു ഏകീകരണം ഇല്ലാതെ ഈ മെറ്റീരിയൽസിന് പലരും പല രീതിയിലാണ് കൂട്ടുന്നത്, റേറ്റ് കൂട്ടുന്നത്. ചുമ്മാ അതങ്ങ് കൂട്ടുകയാണ്, ഒരു മുന്നറിയിപ്പും ഇല്ലാതെ. ഇന്ന് ഇപ്പൊ ക്രഷറുകൾ, അതേപോലെ തന്നെ യാർഡുകൾ, ഇന്നിപ്പോ ചെല്ലുന്ന റേറ്റ് ആയിരിക്കില്ല നാളെ. ഇപ്പൊ മെറ്റില്, പാറപ്പൊടി, എംസാൻഡ് മെറ്റിലിനൊക്കെ ഇപ്പൊ 65 രൂപ കിലോയ്ക്ക്. അല്ല, CFT റേറ്റ് 65 രൂപ. മുമ്പ് വന്ന് 45-നും 50-നും എടുത്തോണ്ടിരുന്ന സാധനമാണ്. ഇപ്പൊ ഒറ്റയടിക്ക് കൂട്ടിയാണ് 60-65. സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഈ ഇതുകൊണ്ട് ഒന്നും കിട്ടുന്നില്ല എന്നല്ല, ഒന്നും കിട്ടൂലെന്നുണ്ടെങ്കിൽ നമ്മൾ കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇതുകൊണ്ട് നടക്കുന്നത്. കാര്യം ഇപ്പോഴും പക്ഷെ
വലിയ ബുദ്ധിമുട്ടാണ്. കാര്യം ഇവർ ഈ ക്രഷറിലായിരുന്നാലും ഈ ആടുകളിലായിരുന്നാലും ഇവർ റേറ്റ് കൂടുന്നതിനനുസരിച്ച് നമുക്ക് കസ്റ്റമർ ചെയ്യുന്ന റേറ്റ് കിട്ടുന്നില്ല. ഒന്നാമത് ഈ എന്താണ് നമ്മളെ വീടുകളൊക്കെ അറിയാമല്ലോ, ഈ പഞ്ചായത്തിൻ്റെ ആ തുച്ഛമായ ഒരു 4 ലക്ഷം രൂപ കൊണ്ടിട്ടുള്ള ഒരു വീടാണ്. അവരുടെ അടുത്തൊക്കെ നമ്മൾ പോയിട്ട് എന്ത് പറയും? നമുക്ക് ഇന്നത് കിട്ടിയേ പറ്റൂ, നമുക്ക് എന്തേലും കിട്ടിയങ്ങ് ഓടുന്നേ ഉള്ളൂ. ഞാൻ എൻ്റെ ഇതിലെന്ന് പറഞ്ഞാൽ ഞാൻ വാടക ഇപ്പം കിട്ടാറില്ലെന്ന് പറഞ്ഞാൽ തുച്ഛമായി നമുക്ക് കയ്യിൽ നിന്ന് വെക്കേണ്ടി വരുന്നില്ല എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ മുമ്പോട്ട് പോണത്. മനസ്സിലായി. ഇപ്പോഴത്തെ ഒരു അവസ്ഥ അതാണ്. കാര്യം വില ഭയങ്കര വേണ്ടിട്ടുള്ള വിലയും. എൻ്റെ ഡ്രൈവർ പുള്ളി തന്നെ ചോദിച്ചാൽ അറിയാം, നമുക്ക് റേറ്റ് കൂടുന്നില്ല, വില നമ്മൾ കസ്റ്റമറിൽ നിന്ന് വാങ്ങിക്കുന്നില്ല. പക്ഷെ നമ്മളെ വാടകയിൽ നിന്നും കൂടെ പൈസ എടുത്ത് മെറ്റീരിയൽ മേടിച്ച് കൊണ്ട് കൊടുക്കണം. കാര്യം അത്രയും ഒരു ഇതായി പോയി. നമ്മുടെ ഇതിലെന്ന് പറഞ്ഞാൽ ടിപ്പറിന് ഇപ്പം അമിതമായിട്ടാണ് എല്ലാത്തിനും, ഇൻഷുറൻസ് ആയിരുന്നാലും പൊല്യൂഷനായിരുന്നാലും റീടെസ്റ്റ് പെയിൻറ്റിങ് സാധനം മെറ്റീരിയൽ കംപ്ലീറ്റ് വില കൂടുതലാണ്. നമ്മളിപ്പോൾ ഈ കിടക്കുന്ന ടയർ തന്നെ മുമ്പ് 8500 രൂപയ്ക്ക് മേടിച്ചുകൊണ്ടിരുന്ന ടയർ ഇപ്പോൾ വന്നിട്ട് 13,000 രൂപ വിലയാണ്. 13,000 12 ആ രീതിയിൽ വില കയറി. ഇപ്പോൾ ഇത് ഈ 13,500 രൂപ ടയറാണ്. അപ്പോൾ അത്രയും വ്യത്യാസം. പിന്നെ നമ്മൾ അപ്പോൾ മാക്സിമം നമ്മൾ ഓടി ഇത് ചെയ്യാനായി നിൽക്കുള്ളത്. പണ്ട് നമ്മൾ 2,500 രൂപയ്ക്ക് റീസോൾ ചെയ്യായിരുന്നു. 2,500 3,000 രൂപയ്ക്കകത്ത് റീസോൾ ചെയ്യാം. ഇപ്പം 5,000 രൂപ 4,800 5,000 രൂപ അടുപ്പിച്ച് റീസോളിൻ്റെ റേറ്റ് ആവുന്നു. ഓക്കെ. ഇത് വണ്ടി ഓടി നമുക്ക് വരുമാനം വരുന്നുണ്ടെങ്കിൽ ഈ മറ്റേ അവിടെ കൊട്ടാരക്കര കണ്ടില്ലേ, ആ വണ്ടി തന്നെ ടയർ അത്യാവശ്യം ഓടാൻ ടയർ ഉണ്ട്. നമ്മൾ പരമാവധി നമ്മൾ അതിനെ ഉപയോഗിച്ചാലേ ഒരു ചെറിയൊരു രീതിയിൽ ആ ടയർ ഉണ്ടെന്ന് എനിക്ക് എൻ്റെ ആ കണ്ണിൽ കണ്ടതിൽ, ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല, കണ്ടതിൽ അത് ഉണ്ടെന്നാണ് എനിക്കൊരു വിശ്വാസം. കാര്യം ചെറിയൊരു ലൈൻ ഇല്ലാതെ മുട്ട ടയറിട്ട് ഓടിയ അത് പ്രശ്നം തന്നെയാണ്. പക്ഷെ ചെറിയൊരു ഇതുള്ളത് കൊണ്ട് അത് മാക്സിമം ഓടി നമ്മൾ തീർത്താലേ നമുക്കത് മുതലാക്കി എടുക്കണ്ടേ. ഇതിന്റെ ഫിനാൻസ്, ടാക്സ്, ഇൻഷുറൻസ്. റീടെസ്റ്റ് ഓരോ വർഷത്തിലും ഉണ്ടാവും. ഓരോ വർഷമാണ് ഉണ്ടാവുന്നത്. പിന്നെ പുതിയ വണ്ടികളാണെന്നുണ്ടെങ്കിൽ 2 വർഷത്തിൽ 2 വർഷത്തിനകത്ത് ഉള്ളത് കിട്ടും. അതായത് ഒരു വണ്ടി എടുത്ത് ആദ്യത്തെ 2 വർഷം ഫസ്റ്റ് നമ്മൾ പുതിയ വണ്ടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഇച്ചിരി മോഡൽ കുറഞ്ഞൊക്കെ വരുമ്പോഴത്തേക്ക് എല്ലാ വർഷവും ടെസ്റ്റ് ഉണ്ടാവും. ആ ടെസ്റ്റിന് തന്നെ ഏകദേശം 1 ലക്ഷം രൂപ ഏറ്റവും കുറഞ്ഞ ഒന്നല്ല, അതിന് മുമ്പോട്ട് വെക്കണം. അത്രയും പൈസ നമ്മൾ ഇതിന്ന് കണ്ടെത്തണം. മനസ്സിലായി. എവിടെ നിന്ന് കണ്ടെത്തും? അപ്പോൾ വല്ലാത്തൊരവസ്ഥയിലാണ് എന്തായാലും ഇപ്പോൾ. തീർച്ചയായിട്ടും. എന്ന് വെച്ചാൽ ഇത് നമ്മളെ കൂടുതലായിട്ട് ബുദ്ധിമുട്ടിക്കുന്നത് എല്ലാവർക്കും ദോഷവും. കാര്യം നമ്മൾ ഈ ടിപ്പർ ഫീൽഡുകാരെ ഒരുപാട് ഇപ്പം ജനങ്ങൾ തന്നെ ഇളവി നല്ല രീതിയിൽ നമ്മളെ ഇപ്പം അവിടെ തന്നെ കണ്ടില്ലേ, ജനങ്ങൾ ഒരുപാട് ഒന്നും അറിവില്ലായ്മയിൽ ഒരുപാട് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ പോണു, ടിപ്പർ ഇങ്ങനെയാണ്. ടിപ്പർ മാത്രമാണോ കുറ്റക്കാരൻ? ബസ്സുകൾ പോകുന്നില്ലേ? അതാണ് എൻ്റെ ടിപ്പർ മാത്രമാണോ കുറ്റക്കാര്? നിന്റെ ഒരു രീതിയിൽ അതിൻ്റെ ഒരു പറയൂ. ടിപ്പർ മാത്രമാണ് നിലത്തിൽ വണ്ടി ഇറങ്ങുമ്പോൾ ടിപ്പർ മാത്രമാണ് കുറ്റക്കാര്? ടിപ്പർ മാത്രമല്ല, ഇപ്പം എല്ലാവരും നമ്മുടെ റൂള് പാലിച്ചല്ല പോകുന്നത്. ഈ സ്കൂൾ ടൈം വെച്ചിട്ടുണ്ട്. ഈ സ്കൂൾ ടൈമിന് ഇത്രയും അപകടങ്ങൾ നടക്കുന്നുണ്ട്. സംഭവം വീട്ടിൽ, അതായത് രാത്രി 10-11 മണി വരെ സെക്കൻഡ് ഷോയും അതും ഇതും കണ്ടിട്ട് വീട്ടിൽ ഉള്ളവർ വന്ന് കിടന്നുറങ്ങും. രാവിലെ കൊച്ചിനെ എഴുന്നേൽപ്പിച്ച് പഠിക്കാൻ കൊണ്ടാക്കാനായിട്ട് അവർ എഴുന്നേക്കാനൊന്ന് ലേറ്റാവും. പല സ്ത്രീകളായിരുന്നാലും പുരുഷന്മാരായിരുന്നാലും പലരും കാണിക്കുന്ന ഒരു ഇതാണ്. കാര്യം അവർ പെട്ടെന്ന് കൊച്ചി സ്കൂൾ ബസ് പോവും. ഈ ബസ്സിന്റെ പിറകെ അടുത്ത ആ സ്കൂട്ടി ഉണ്ടെങ്കിൽ സ്കൂട്ടി അല്ലെങ്കിൽ കാറ് എടുത്തു വെച്ച് പായും. അന്നേരത്തെ അവരെ ലക്ഷ്യം സ്കൂൾ മാത്രം, സൈഡൊന്നും നോക്കാറില്ല. അപ്പോഴായിരിക്കും ഒരു ടിപ്പറുകാരൻ കയറി വരുന്നത്, ഇതാ നടക്കുന്നു. മനസ്സിലായ? പഴി ആരെ പേരിന് വരും? ടിപ്പറിന്റെ പേരിന് വരും. ഇത് നേരത്തെ ഇത് ഒരുവിധപ്പെട്ട എല്ലാ വീടുകളിലും, എൻ്റെ വീട് ഉൾപ്പെടെ ഞാൻ അംഗീകരിക്കുന്നു, മനസ്സിലായി. ഇത് ഇങ്ങനെ നടക്കുന്നുണ്ട് അല്ലേ? അതെ, ഇവിടെ എല്ലാ സ്ഥലത്തും നടക്കുന്നുണ്ട്. വെപ്രളപ്പെട്ട് പോണ ഒരുപാട് നടക്കുന്നുണ്ട്. നമ്മൾ ഇത് സ്വാഭാവികമായിട്ട് ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ഇപ്പം നടന്നു, ഇനി കുറച്ച് കാൾ ഇത് കണ്ടിന്യൂഷൻ. അതായത് വണ്ടികളെ പിടിക്കുക, ഭീമമായിട്ടുള്ള പെറ്റി ഫൈൻ അടിച്ചു കൊടുക്കുക. ഇതിങ്ങനെ നമ്മളെ കേരളത്തിൽ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും.
വേറൊരു മാറ്റം ഉണ്ടാകാൻ പോകുന്നത്. ഇത് മാറ്റം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ഈ ഒരു സിസ്റ്റം സ്കൂൾ ടൈം വേണം. പക്ഷേ ഇതിനുള്ള ഈ നിബന്ധനകൾ ഒന്ന് ചേഞ്ച് ചെയ്ത് ഞാൻ പറഞ്ഞ കണക്ക് GPS വഴി വണ്ടികളെ ഒന്ന് നിയന്ത്രിക്കാം. എന്നാൽ കുറച്ചൊക്കെ അല്ലേ ആക്സിഡന്റ് ഉറപ്പായിട്ടും ആക്സിഡന്റ് ഉണ്ടാവും. കാര്യം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ഈ 40 എന്നുള്ള സ്പീഡ്, ആ ഒരു സ്പീഡ് വെക്കുക, ആ സ്പീഡിന് പോട്ടെ വണ്ടികൾ പോട്ടെ, സ്കൂള് നോക്കണ്ട, വണ്ടികൾ പോട്ടെ, ആ സ്പീഡിന് വെക്കുക. അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് ട്രയൽ ചെയ്ത് നോക്കുക. 1 മാസം അല്ലെങ്കിൽ ഒരു 10 ദിവസം ഒന്ന് ട്രയൽ ചെയ്ത് നോക്കുക. ഉദ്യോഗസ്ഥന്മാർ മുന്നിട്ട് ഇറങ്ങി ഒന്ന് ട്രയൽ ചെയ്ത് നോക്കട്ടെ, അതിലൊരു വിജയം കണ്ടെത്തുമെന്ന് നോക്കട്ടെ. ഇതാരും അതൊന്നും ചെയ്യുന്നില്ല. 2014 ഈ സ്കൂൾ ടൈം നിർബന്ധമായിട്ട് കൊണ്ടുവന്നത്. 2014, 2018 അതിൽ പിന്നെ 2018 ഒരു ചെറിയൊരു ചേഞ്ച് വരുത്തി ആണെന്നാണ് എനിക്കൊരു വിശ്വാസം. എനിക്ക് കറക്റ്റ് എനിക്ക് ഓർക്കുന്നില്ല. അപ്പം അത് എല്ലാവരും ഒന്ന് നിയന്ത്രിച്ചാൽ നമുക്ക് സുഗമമായിട്ട് ഈ ഫീൽഡ് നിലനിർത്തി എല്ലാവർക്കും നല്ല രീതിയിൽ കൊണ്ടുപോകാം. ഓക്കെ, എന്തായാലും രാഹുലിൻ്റെ ഒരു വണ്ടി ഓടിക്കുന്ന അല്ലേ സ്റ്റാഫാണ്. അപ്പോൾ ചേട്ടൻ പേരെന്താ ബ്രോയുടെ? സുജിത്ത്. ഓക്കെ, ബ്രോയ്ക്ക് എന്താണ് ഇപ്പോൾ പറയാനുള്ളത് ഈ ഒരു കാര്യത്തെ കുറിച്ചിട്ട്? നമ്മൾ പറയാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ സ്കൂൾ ടൈം പറയുന്നല്ലോ, ആ ടൈമിൽ ഞങ്ങളിപ്പം ഒരു എഞ്ചിനീയർ ആയിരുന്നാലും ആരായിരുന്നു വീട്ടിൻ്റെ ഒരു ഉടമസ്ഥനായിരുന്നാലും ഞങ്ങളെ വിളിച്ച് അത്രയും പ്രഷർ തന്ന് നമ്മളത് ആ ഒരു മെറ്റീരിയൽ അവിടെ എത്തിക്കുക എന്നൊരു ചിന്ത മാത്രമേ അന്ന് നമ്മൾ നോക്കാറുള്ളൂ. കാരണം ഈ ടൈമിന് മുമ്പ് ഞങ്ങൾക്ക് അവിടെ എത്തണം. അപ്പം ആ ഒരു ടൈം നമുക്കൊന്ന് ഗ്യാപ്പ് തന്നു കഴിഞ്ഞാൽ അതിനായി കറക്റ്റ് നമ്മൾ ആ ഒരു ഇതിൽ മേക്കപ്പ് ചെയ്തേ വരത്തുള്ളൂ. അപ്പം നമ്മൾ ആ ഒരു ടൈമിൽ നമ്മളിപ്പം അവർ പറയുന്നത് ഇന്ന സമയത്തൊക്കെ എത്തിയില്ല എന്നുണ്ടെങ്കിൽ അവർ അടുത്ത ഒരു ഓപ്ഷൻ നോക്കിയാണ് അതിൽ. അത്രേ ഉള്ളൂ. അപ്പം നമ്മൾ ഇത് രാവിലെ ഉറക്കം എഴുന്നേറ്റ് നമ്മൾ പോയി കൊണ്ടുവരുമ്പോൾ അപ്പം നമുക്ക് ആ ഒരു ടൈമിൽ നമുക്ക് ഇവിടെ എത്താൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മെറ്റീരിയൽ ചിലപ്പോൾ അന്ന് ആ ഒരു ദിവസം ആ ഒരു ലോഡേ കാണത്തുള്ളൂ. നമ്മൾ അത് കൊണ്ടുവന്ന് അവരിപ്പോൾ ഇറക്കിയില്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾ രാവിലെ തൊട്ട് രാത്രി വരെ ഇത് വിട്ടുണ്ട് കിടക്കണം. അപ്പം ആ ഒരു സൈറ്റ് നമ്മളെ കയ്യിൽ നിന്ന് ആ ഒരു ഭാഗം നമ്മൾ പോകുമ്പോൾ എന്താണ് അമ്മക്കും പറ്റുന്ന എന്താണ് അമ്മക്കും അന്നത്തെ ഒരു ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഒരു വിഷയങ്ങളായിട്ട് വരും. അപ്പം നമുക്ക് ഈ ഒരു ടൈം മാറി കിട്ടിക്കഴിഞ്ഞാൽ അമ്മക്കും അതിലൊരു ഇത് കിട്ടും, ഇളവ് കിട്ടി അമ്മക്കും എന്തെങ്കിലും അരിവടിക്കാനുള്ള ഇത് കിട്ടുകയും ചെയ്യും. വണ്ടിക്കും എന്തെങ്കിലും ഇതാക്കി വെക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ മാസമൊക്കെ എങ്ങനെയായിരുന്നു അവസ്ഥ? കഴിഞ്ഞ മാസം എല്ലാവരും വീട്ടുകളിലായിരുന്നു. വണ്ടികളും എടുക്കാനാവുന്നതിന് നിവൃത്തിയില്ല. വണ്ടി എടുത്ത് തന്നെ നമ്മൾ റോഡിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് കൊണ്ടുപോയാൽ തന്നെ കിട്ടുന്നതിൻ്റെ ഇരട്ടി പൈസ കൊടുത്തായിരിക്കും വണ്ടീനെ നമ്മൾ തിരിച്ച് നമ്മളെ വീട്ടിലെത്തിക്കേണ്ടത്. ആ ഒരു ഭാഗമായതുകൊണ്ട് കാരണം ആ ഒരു മഴയും കാര്യങ്ങളും എല്ലാം വെച്ചുകൊണ്ടാണ് നമ്മളിപ്പം സ്വാഭാവികമായി നമ്മൾ ഈ നടന്നു പോണ സ്ഥലം തന്നെ മഴ പെയ്യുമ്പോഴത്തേക്കും താരും ഉറപ്പാണ്. അപ്പം അങ്ങനെ ഒരു ബുദ്ധിമുട്ടുള്ളപ്പോഴത്തേക്കും അപ്പം നമ്മൾ അതിനനുസരിച്ചാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പം നമ്മൾ ഈ വണ്ടിയുടെ എല്ലാവരും കൂടെ മഴ മാറിയപ്പോഴത്തേക്ക് ഇതേപോലെ ഈ അപകടവും റോഡിൽ തന്നെ നമ്മൾ വണ്ടി കൊണ്ട് ഇറങ്ങുമ്പോൾ ഒരു ആൾക്കാർ നമ്മളെ നോക്കുന്നതെന്ന് പറഞ്ഞാൽ വേറെ എന്തോ ഒരു ജീവി വരുന്ന കണക്കാണ്. ഇല്ല ആനയൊക്കെ എന്താ പറയുന്നത് മതം പൊട്ടി വരുമ്പോഴത്തേക്കും ആൾക്കാർ വഴിമാറി പോണ കണക്കാണ് ഇപ്പൊ ടിപ്പറിനെ കാണുമ്പോൾ. അതിനുള്ള ആവശ്യം എന്താണ്? ഇതും വാഹനമാണ്, അത് കാറും വാഹനമാണ്. ടിപ്പറുകാര് തികച്ചും കുറ്റക്കാരല്ല എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ഇതില് മോശമായിട്ടുള്ള ആൾക്കാരും ഉണ്ട്. നമ്മളിപ്പോ ഒഴിഞ്ഞു പോയാലും നമ്മളിപ്പോ ഒരു ഭാഗത്തുനിന്ന് ഒരാളിനെ വന്ന് നമ്മളെ ഒഴിഞ്ഞു പോയാലും അവരിങ്ങാട്ട് വന്ന് സംഭവിച്ചാലും കുറ്റം ടിപ്പറിനാണ്. അത് വലിയ വണ്ടിക്കായിരിക്കും എപ്പോഴും. ഈ ആള് വരുന്നത് ആൾക്കാർ വന്ന് കയറണ ഒന്ന് ആൾക്കാർ ജനങ്ങൾ അറിയുന്നില്ല. അവരെ നോക്കുമ്പോൾ എന്താണ് വണ്ടി തട്ടി, അത് ഇന്ന വണ്ടി, അവനതാണ് അവര് ഇങ്ങനെ വന്നു, ഓവർ സ്പീഡ് വന്നു. ചിലപ്പോ വണ്ടി ചിലപ്പം നിൽക്കുന്നിടത്തുനിന്ന് ചിലത് മുമ്പോട്ടെടുത്ത് അനക്കി കാണത്തേ ഉള്ളൂ. വന്ന് കയറണ വണ്ടീനെ കുറ്റം ആൾക്കാർ പറയാറില്ല. ബൈക്കായിരുന്നാലും കാറായിരുന്നാലും എല്ലാം വരുന്നത്. പക്ഷേ ഈ ടിപ്പർ എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പൊ എനിക്ക് പറഞ്ഞപ്പോൾ മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവർലോഡാണ് ആക്ച്വലി പ്രശ്നം വരുത്തുന്നത്. ഓവർലോഡ് പ്ലസ് സ്പീഡ്. അപ്പോൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് ലോഡ് അല്ലെ എല്ലാ ക്രഷറും അല്ലെങ്കിൽ എല്ലാ ഇപ്പൊ 5 ടൺ ആണെങ്കിൽ 5 ടൺ അത് മതി. അതേ കൊടുക്കാള്
അംഗീകരിക്കുന്നുണ്ട്. ഉം, ഉം. നമ്മൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ടയർ കിട്ടും, അതെ. വണ്ടിക്ക് അത്രയും വണ്ടിക്ക് വണ്ടി ക്ഷീണമില്ല. നല്ലതാണ്. വണ്ടിക്ക് കുറച്ചും കൂടെ ലൈഫ് കിട്ടും. ഉം, ഉം, ഉം. അപ്പൊ എല്ലാം ഒറ്റ, പക്ഷെ ഏകീകരണം കൊണ്ടുവരാതെ ഒരു കാര്യം നടക്കൂല. ഒരൊറ്റ ഏകീകരണമായിരിക്കണം. അങ്ങനെ വന്നു കഴിഞ്ഞാല് ഒരു കുഴപ്പമില്ല, പക്ഷെ അത് നടക്കൂല. അതെ. അങ്ങനെ നടന്നാല് സാധാരണക്കാർ പെട്ടുപോകും. ഈ സാധാരണ ജനങ്ങള് പെട്ടുപോകും. മൊത്തത്തിലാവും. ഇപ്പൊ വീട് വെക്കുന്നവരൊക്കെ അറിയാലോ, ഇപ്പൊ പഞ്ചായത്തിൽ നിന്ന് ഒരു 4 ലക്ഷം രൂപ കിട്ടിയ ഒരിക്കലും ആ വീട് ആ പൈസക്ക് വെച്ച് തീരത്തില്ല. അതിന്റെ ഇരട്ടി ഉണ്ടെങ്കിലേ ഒരു വീട് കെട്ടി തീർക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതിന്റെ കൂടെ ഈ ഒരു ബാധ്യത കൂടെ വെച്ചു കൊടുത്തു കഴിഞ്ഞാല് ഉള്ള അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കും. അതെ. ആക്ച്വലി ഇത് സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവുന്ന ഈ സിസ്റ്റം മാറണം. സർക്കാർ മൊത്തത്തിൽ ഈ സിസ്റ്റം ഒന്ന് മൊത്തത്തിൽ മാറി കഴിഞ്ഞാൽ മാറി വരുന്ന ഗവൺമെന്റ് ഇതിനെ കുറിച്ചൊന്നും അവർക്ക് ഒരു ചിന്തിക്കുന്നില്ല. അല്ല, കറപ്ഷൻ എന്നുള്ളതിൽ വേറെ സംശയമില്ല. ഒരു ബസ് സ്റ്റാൻഡ് ഉണ്ടാക്കാനായിട്ട് 10 ലക്ഷം അനുവദിക്കും, എന്നാൽ ഒരു സാധാരണ ഒരു പാവപ്പെട്ട ഒരാൾക്ക് ഒരു വീട് വയ്ക്കാൻ 4 ലക്ഷം രൂപ കൊടുക്കുന്നത്. അത് ഏത് രീതിയിലാണ് ആ കണക്ക്? എങ്ങനെ അവർ പറയുന്നല്ലോ, ഒരു 7 ലക്ഷം രൂപ മാക്സിമം അവർ സർക്കാർ കൊടുത്തു കഴിഞ്ഞാലും ആൾക്കാർ ഈ പഞ്ചായത്തിന്റെ വീട് വെക്കുന്നെന്ന് പറയുന്നത് അവര് 3-4 ഗഡുവായിട്ടാണ് അവർക്ക് പൈസ തന്നെ കൈ കിട്ടുന്നത്. അവര് ലോകങ്ങളിൽ കംപ്ലീറ്റ് കടം മേടിച്ചും എല്ലാം ചെയ്തായിരിക്കും ചിലപ്പോൾ കൊണ്ടുവന്ന് ചെയ്യുന്ന. അപ്പൊ അവർ ഈ ഒരു ലോഡിന് ചിലപ്പം എത്ര പേരെ കടം മേടിക്കുമെന്ന് നമുക്ക് തന്നെ ചിലപ്പം ഊഹിക്കാം. നമ്മൾ തന്നെ ഒരു വീട് വെക്കുമ്പോൾ നമുക്കറിയാം അതിന്റെ ബുദ്ധിമുട്ട് എന്താണ്. അപ്പൊ ആ ഒരു ലോഡിൽ ഇപ്പൊ ഇത്ര എന്ന് പറയുന്നു. അപ്പൊ ആ ഒരു ഇത് കൊണ്ട് ചെല്ലുമ്പോൾ അവർ ഇത് 2 ലോഡ് എടുക്കുന്നിടത്ത് 1 ലോഡ് ഉണ്ട് ചെല്ലുമ്പോൾ അവർക്ക് അത്രയും പൈസ ഒന്ന് കുറഞ്ഞു കിട്ടുമ്പോൾ അവര് നമ്മളെ അടുത്ത് തന്നെ പലവരും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഈ ലോഡ് കൊണ്ട് ചെല്ലുമ്പോൾ മക്കളെ ഒത്തിരി കൂടെ കൊണ്ടു തരണേ. കാരണം അമ്മക്കും ആഗ്രഹം അതാണ്. ഒരു കൂട്ടം പാവപ്പെട്ടവർക്ക് കൊണ്ട് കൊടുക്കുമ്പോൾ അവർക്ക് അതിൽ കുറച്ച് കടം മേടിച്ചുണ്ടായത് ഒരു ബിൽഡിങ് വെച്ച് കയറി കിടക്കാൻ വേണ്ടിയുള്ള ഒരു വെപ്രാളത്തിലാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു ഇത് എന്തെങ്കിലും സർക്കാർ ഒരു തീരുമാനം ഉണ്ടാക്കി തന്നാൽ നമുക്ക് എല്ലാവർക്കും, ഡ്രൈവർമാർക്കായിരുന്നാലും മുതലാളിമാർക്കായിരുന്നാലും എല്ലാവർക്കും ഒരു ഇതിൽ എന്തെങ്കിലും ഒരു മാറ്റങ്ങൾ സംഭവിച്ച് കിട്ടും. അത്രേ ഉള്ളൂ. ഇതിപ്പോ എന്തായാലും നിങ്ങളിപ്പോൾ ഈ കാണുന്നത് ഇപ്പോൾ രാഹുലിൻ്റെയോ അല്ലെങ്കിൽ ഈ ബ്രോയുടെയോ മാത്രം ഇത് എന്താ പറയുക ഒരു കാരണം റീസൺസ് അല്ല കേട്ടോ. ഇത് ആക്ച്വലി അതാണ് പൊതുവിൽ ഇതിനെ കുറിച്ച് ആരും ഇനി നമ്മളടുത്തൊരു വിദ്വേഷം ഒരു ഇതും വേണ്ട. കാര്യം നമുക്ക് പറയാനുള്ളത് എനിക്കൊരു പ്ലാറ്റ്ഫോം എന്റെ കൂട്ടുകാരെ ഉണ്ടാക്കി തന്നു, അതുകൊണ്ട് ഞാനിത് പറഞ്ഞതേ ഉള്ളൂ. ഇത് തന്നെയാണ് എല്ലാവർക്കും പറയാനുള്ളത്. എന്റെ മനസ്സിലാകുന്ന എത്രയോ വർഷങ്ങളായിട്ട് ഇതുണ്ട്. ഇത് ആരടുത്ത് പറയും? ഇത് എനിക്ക് കഴിഞ്ഞ ഇപ്പൊ ഈ കോൺഗ്രസ് സർക്കാർ വന്നപ്പോഴത്തേക്കും എനിക്ക് ആലോചിച്ചു, ഗതാഗത മന്ത്രിയായിട്ടൊന്ന് നേരിട്ട് സംസാരിക്കണം. നേരിട്ട് നമ്മുടെ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒന്ന് എന്നുവെച്ചാൽ ഒരു ഈ എന്താണ് ഈ ഓവർലോഡിൻ്റെതും എല്ലാം ഒന്ന് എന്നുവെച്ചാൽ ഇതിലൊക്കെ ഈ വണ്ടിയൊക്കെ എന്ന് പറഞ്ഞാൽ 10 ടണ്ണ് 8-10 ടണ്ണ് കയറ്റാൻ കപ്പാസിറ്റി ഉള്ള വണ്ടിയാണ് ഇപ്പൊ ഈ കമ്പനി ഇറക്കുന്നത്. ഓക്കെ, മനസ്സിലായി. ഗവൺമെന്റ് അത് 5 ടണ്ണിലോട്ട് ഇതായിട്ട് കൺവേർട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷെ കയറ്റുന്നത് എപ്പോഴും 8 ടണ്ണ് തന്നെയാണ്. 8-7 ആയിരിക്കും കയറ്റുന്നത്. അപ്പൊ ഇത് തന്നെ ഗവൺമെന്റിന് കിട്ടുന്ന, അതായത് ആ ടാക്സ് ഇനത്തിൽ കിട്ടുന്ന ഒരു ഇതും കൂടെ ഉണ്ട്. കാര്യം ബുദ്ധിമുട്ട്. കാര്യം ഇതിപ്പോ ടണ്ണേജ് കൂട്ടി ആ ടാക്സ് കൊടുത്തു കഴിഞ്ഞാൽ ഗവൺമെന്റിന് കുറച്ചും കൂടെ കാശ് എക്സ്ട്രാ കിട്ടണേ. അതാണ് ഖജനാവിലോട്ട് കുറച്ചും കൂടെ എക്സ്ട്രാ കിട്ടും. അതായത് കോടിക്കണക്കിന് പൈസ തന്നെ ഒരു ദിവസം എക്സ്ട്രാ ഉണ്ടാക്കാം, ഉറപ്പായിട്ടും കിട്ടും. പക്ഷെ ആളെ നീ പറഞ്ഞ കണക്ക് 40 കിലോമീറ്റർ അല്ലെങ്കിൽ 45 കിലോമീറ്റർ അതിന്റെ മുകളിൽ പോകണ്ട. അത് പരിധി വെക്കുക. ഈ 8 മണി തൊട്ട് അലർട്ട് അല്ലെങ്കിൽ സിസ്റ്റം കൊണ്ടുവരട്ടെ. അതായത് ഈ പറഞ്ഞ രീതിയിൽ ഈ സ്കൂൾ ടൈമിൽ വണ്ടി ഓടുന്നത് ഇപ്പൊ നോക്കി ഒരാൾ ഇങ്ങനെ നോക്കിയിരിക്കണ്ട. വരുന്ന ഓവർ സ്പീഡിന് ആ 10 മണി തൊട്ട് 8 മണി തൊട്ട് 10 മണി വരെ ഓവർ സ്പീഡ് ഓട്ടോമാറ്റിക് അടിച്ചോട്ടെ. ഓട്ടോമാറ്റിക് അടിച്ചോട്ടെ. അപ്പൊ അടിച്ചതിന് ശേഷം ഇപ്പൊ ഒരു 3 എണ്ണം അടിച്ച് ആ വണ്ടി ഫിറ്റ്നസ് ക്യാൻസൽ ചെയ്യാം. ഇപ്പൊ ചിലര് ഇങ്ങനെ അടിച്ചങ്ങ് പോകും. ഇപ്പൊ നമ്മള് പല ക്യാമറകളും കണ്ടിട്ടില്ലേ, ഓരോ വണ്ടികള് ബൈക്കുകള് 15 വർഷം ടാക്സ് ഉള്ള വണ്ടിയാണ്. ഇത് അടിച്ചങ്ങ് പോകും. അടുത്ത 15 ആകുമ്പോഴത്തേക്ക് ആ വണ്ടി തൂക്കി വിറ്റാണ്. അതിൽ വരുന്ന ഭീമമായിട്ടുള്ള ഫൈനായിരിക്കും. അപ്പൊ അത് ഒരു 7 എണ്ണം ഒരു 10-12 എണ്ണം ഇതണക്ക് കാണും, എന്നാലേ ബൈക്കുകളിലൊക്കെ ആവുള്ളൂ. അപ്പൊ അത്
ആരും അങ്ങനെ അടയ്ക്കാറ് പോലില്ല. ഇതിപ്പോ ഞാൻ എൻ്റെ ഒരു ഇത് പറയണമെന്നുണ്ടെങ്കിൽ ഒരു 3 എണ്ണം വരെ ഒരു ഇളവ് കൊടുത്തും കൊണ്ട് മൂന്നാമത്തെ അടച്ചില്ലെങ്കിൽ ആ വണ്ടി അവര് കണ്ടു കെട്ടട്ടെ. ഓക്കെ, മനസ്സിലായി. അത്രയും കഠിനമായിട്ടുള്ള ഒരു സിസ്റ്റം കൊണ്ടുവരണം. അതെ, അല്ല ചുമ്മാ ഒരു തുച്ഛമായ ഒരു ഫൈൻ എന്ന് പറഞ്ഞിട്ട് സ്കൂൾ ടൈം നീക്കം ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. ഇത് ഈ ഞാൻ പറഞ്ഞ ഈ ഒരു ഇത് വെക്കുവാണെന്നുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ വർക്കൗട്ട് ആക്കണം. വെറുതെ ചുമ്മാ അങ്ങ് ഇതാക്കിയിട്ട് പോകരുത്. മനസ്സിലായി. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഗവൺമെന്റിന് നല്ലതാണ്, ജനങ്ങൾക്കും നല്ലതാണ്. അതെ, അത്രേ ഉള്ളൂ. സ്കൂൾ ടൈമിന് ഒരുവിധപ്പെട്ട എല്ലാവർക്കും ഒരു ചെറിയൊരു ഹാപ്പി ആയിട്ട് അങ്ങ് പോവാം. അത്രേ ഉള്ളൂ. എല്ലാവർക്കും തട്ടിമുട്ടി അങ്ങ് ജീവിച്ചു പോവാം. അത്രേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇതാണ് ഒരു ടിപ്പർ ഓണറിന് നിങ്ങളുടെ അടുത്ത്, അതായത് നമ്മുടെ ജനങ്ങളോട് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞത്. ഇവരും മനുഷ്യരാണ്, ഇവർക്കും ജീവിക്കണം. അതുപോലെ തന്നെയാണ് എല്ലാവരും മനുഷ്യരാണ്, എല്ലാവർക്കും ജീവിക്കണം. കുറച്ച് നിയമങ്ങൾ, ഇപ്പോൾ രാഹുൽ പറഞ്ഞതുപോലെ കുറച്ച് നിയമത്തിൽ കുറച്ച് മാറ്റങ്ങൾ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എല്ലാവർക്കും സുഖകരമായിട്ട് അങ്ങോട്ട് പോവാം എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ നമ്മുടെ കുറച്ച് കാര്യങ്ങൾ ആ ഒരു ടിപ്പർ ഓണറിന് പറയാനുള്ളതും അതുപോലെ തന്നെ ആസ് എ ഡ്രൈവറിന് പറയാനുള്ളതൊക്കെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കണ്ട. അതുപോലെ തന്നെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമായിരിക്കും. ബൈ.